ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. 9th മന്തിൽ, അതായത് ലാസ്റ്റ് സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 9 മണിക്കാണ്. 1 ഹവറാണ് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. നമുക്ക് സ്കാനിങ്ങിന് ടൈം തന്നിരിക്കുന്നത് 10 മണിയാണ്. അപ്പോൾ ഞാനൊരു 7 o'clock തന്നെ നീറ്റിട്ട് കൂളിയും അതുപോലെ തന്നെ അത്യാവശ്യം റെഡി ആവലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. റെഡി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഗെറ്റ് റെഡിയാണ്. സ്കിൻ കെയർ ചെയ്തു. അതിനുശേഷം ഞാൻ സ്കിൻ ടിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഐബ്രോ ഫില്ല് ചെയ്തു, കണ്ണെഴുതി, പൊട്ട് വെച്ചു, ലിപ്സ്റ്റിക് ഇട്ടു. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ സ്കിൻ ടിൻ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഇൻസൈറ്റിൻ്റെ ഒരു അടിപൊളി സ്കിൻ ടിൻ്റാണ്. ലൈറ്റ് വെയ്റ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കവറേജൊക്കെ തരുന്നുണ്ട്. 90% ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏട്ടൻ തന്നെയാണ് കൂടെ ഉണ്ടാവാറ്. സ്കാനിങ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾ സ്കിപ്പ് ചെയ്യില്ല, കൂടെ വരും. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ കോയമ്പത്തൂരായിരുന്ന സമയത്തും മന്ത്ലി ഒരു 1 വീക്ക് ലീവ് എടുത്ത് വരും. ആ ടൈമിൽ നാട്ടിൽ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് ടൈം, അതായത് ദേവുവിൻ്റെ സമയത്ത് കാണിച്ച അതേ ഡോക്ടറിനെ തന്നെയാണ് ഇപ്പോഴും കൺസൾട്ട് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും നമുക്ക് ട്രസ്റ്റ് ഉള്ളത് കാരണമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് അത്രയും കൺവീനിയൻ്റ് ആണ് അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അവിടെ തന്നെ കാണിക്കുക ഇപ്രാവശ്യം എന്ന് വിചാരിച്ചത്. ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ പോവും, എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഒരു ഫുൾ ഡേ ഒക്കെ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെയായിരുന്നു. പക്ഷേ ഈ ടൈം ആയപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിലും ആയിരുന്നു, കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ ഡോക്ടർ സ്കാനിങ് ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിലും ഒരു 2 മന്തിനുള്ളതൊക്കെ മുന്നേ കൂട്ടി എഴുതി തരും. അപ്പോൾ നമുക്കിനി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്യുന്നതെല്ലാം കാണിക്കുന്ന അമലയിലാണ്, നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ്. ഫസ്റ്റ് ഡെലിവറി അവിടെയായിരുന്നു. പ്രീവിയസ് ടൈം നമ്മൾ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ തന്നെ സ്കാനിങ്ങും അതുപോലെ തന്നെ ഡോക്ടർക്കും എല്ലാം ബുക്ക് ചെയ്യുക കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 10 മണിയായിരുന്നു നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 10:15 ആയപ്പോഴേക്കും ഇവിടെ എത്തി. അപ്പോൾ ഡയറക്റ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഒരു 10-15 മിനിറ്റിൽ തന്നെ സ്കാനിങ് കഴിഞ്ഞു, റിപ്പോർട്ടും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഏറ്റവും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് സ്കാനിങ് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് പിന്നെ ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ ഡോക്ടറെ കാണാൻ പോയിട്ട് നമ്മൾ നമ്മുടെ പ്രീവിയസ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം BP ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്. അതുപോലെ തന്നെ ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു, പ്രീവിയസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കാണിച്ചു, അതും എല്ലാം നോർമലാണ്. വെയിറ്റും കാര്യങ്ങളൊക്കെ നോർമലായിരുന്നു. ഇത് പിന്നെ അവരൊരു ഫീഡ്ബാക്ക് ഫോമാണ്, നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നോർമലായ കാരണം തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വാട്ടർ ബ്രേക്ക് ആവുക അതുപോലെ തന്നെ പെട്ടെന്ന് പെയിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ലേബർ റൂമിലേക്ക് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 10 days കഴിഞ്ഞ് വന്നിട്ട് അഡ്മിറ്റ് ആയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വിചാരിച്ചു. ഇനി വീട്ടിലേക്ക് തിരിച്ച് 1 hour ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു 1 മണി 1:30 ആവും വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, പുറത്തുനിന്ന് കഴിക്കേണ്ട വിചാരിച്ചു. ഞാനിവിടെ കൺസൾട്ട് ചെയ്യുന്നത് ബെറ്റ്സി മാമിനെയാണ്. നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും, എത്ര ഫൂളിഷുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആൾ നല്ല ശാന്തതയോടെ നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അതുപോലെ തന്നെ എക്സ്ട്രാ മെഡിസിൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും പ്രിസ്ക്രൈബ് ചെയ്ത് ഫസ്റ്റ് പ്രഗ്നൻസിയിലും പ്രിസ്ക്രൈബ് ചെയ്യുകയൊന്നും ചെയ്യില്ല. നമുക്ക് അയൺ, കാൽഷ്യം, അപ്പോൾ നമുക്ക് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഇതാക്കുള്ളൂ. അപ്പോൾ എനിക്ക് പല സ്ഥലത്തും കാണിച്ചതിൽ വെച്ചിട്ട് ഇവിടെയായിരുന്നു എനിക്ക് അത്രയും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.